അകത്യം സമ്മതിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? തെറ്റ് സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ സറണ്ടർ അല്ലേ സാർ ഇത്? അതെ. അല്ല അകത്യം സമർപ്പണം. നീ കള്ളു കുടിച്ചോ? ഞാൻ കള്ളു കുടിച്ചു, അത് സമ്മതിച്ചല്ലോ, അതാണോ? അതല്ല, അതിന്റെ ആറ്റിറ്റ്യൂഡ് അതല്ല സാറേ. ഞാൻ ഇവന്റെ ഹൃദയം തകരിക്കുകയാണ്. ഇതാ മാനസാന്തരം അവിടെ ഉദ്ദേശിക്കുന്നത്. തെറ്റ് സമ്മതിക്കുന്നുള്ളതല്ല. സമ്മതിക്കുന്നില്ല. വിജയ, നീ ഇന്നലെ ഇവിടെ വന്നിരുന്നിട്ട് ഇതിന്റെ അടിയിൽ നിന്ന് രൂപ എടുത്തോ? ഞാൻ എടുത്തു സാറേ. സാറിന് എന്നോട് സ്നേഹം വന്നോ കോവാന്നോ ഉണ്ടായിരുന്നേ? അത് ചോദിക്കാതെ ഞാൻ ഇപ്പൊ ഇന്നലെ ഞാൻ രൂപ എടുത്തോണ്ട് പോയി. ഇന്ന് രാവിലെ വന്ന് ആദ്യം കാലരോട്ടങ്ങ് വീണു. സാറേ എന്നോട് ക്ഷമിക്കണം, ഇന്നൊരു അബദ്ധം പറ്റി, ഇപ്പൊ എന്നോട് കാരണം ചെയ്യണമേ. ഇതല്ലേ സറണ്ടർ? അല്ല, രൂപ തിരിച്ചു തരുമല്ലോ അവിടെ. രൂപ തിരിച്ചു തരുമല്ലോ. ഈ സറണ്ടറിൽ എന്ന് പറഞ്ഞാൽ അത് മടക്കി തരുമെന്ന് എന്റെ അർത്ഥം. എന്ന് മാത്രമല്ല, ഞാൻ കൊന്നു, ഞാൻ ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മാർക്ക് കിട്ടും. ദൈവസന്നിധിയിൽ ആ പാപം ക്ഷമിക്കപ്പെടും. യഥാർത്ഥമായിരിക്കുന്ന അനുതാപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പാപങ്ങൾക്ക് വരെ ഇവിടെ മോചനമുണ്ട്. പിന്നെ പൗലോസ് സ്തെഫാനോസിനെ കൊന്നില്ലേ? അവന്റെ പാപം ക്ഷമിച്ചു കിട്ടിയില്ലേ? അപ്പൊ ദൈവത്തിന്റെ ആ ഉന്നതമായിരിക്കുന്ന പാപം കാണും നമ്മള്. സാറ് ക്ഷമിക്കത്തില്ലായിരിക്കാം. അപ്പൊ ഞാൻ അമ്മച്ചോട്ടെ, ഞാൻ രൂപ എടുത്തോണ്ട് പോയി, അത് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഈ പണം എന്റെ കയ്യിലുണ്ട്, എങ്ങനെയാലും സാറിന്റെ കയ്യിൽ തരിക എന്നുള്ള എന്റെ ഉദ്ദേശം. പറഞ്ഞ് ക്ഷമ പറഞ്ഞാൽ തരുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇന്നലെ ഇതെടുത്തങ്ങ് ചെലവാക്കി, ഇന്ന് എനിക്ക് തരാനില്ല. പക്ഷെ രാത്രി എനിക്ക് കുറ്റബോധം, രാവിലെ വന്ന് സാറേ ആ പൈസ ചെലവാക്കി, ഇപ്പൊ എന്റെ ഇല്ല, എന്നോട് ക്ഷമിക്കണം. അതൊരു ക്ഷമയല്ലേ? കയ്യിലുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഇപ്പൊ ഇല്ലാത്തവനായിട്ടല്ല ഞാൻ എടുത്തത്. ഈ സാറിന്റെ ഇത് സാർ എന്താ പറയും? ക്ഷമിച്ചു, നീ എനിക്ക് തരണ്ടെന്നല്ല പറയത്തുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ സമ്മതിക്കുന്നല്ല കാര്യം. എന്റെ ആറ്റിറ്റ്യൂഡ്